ഇതെല്ലാം ആ കഴുതയുടെ പണിയാ. എന്നൊരു വില്ലനായിട്ട് ഇവിടെ എല്ലാരും കാണുന്നേ. അവള് ഫസ്റ്റ് ഓഫീസിലേക്ക് വന്നപ്പോ തന്നെ ഞാൻ അവളുമായിട്ട് വഴക്കായിരുന്നു. ഇപ്പോഴും ആ സീൻ തന്നെ അവള് ക്രിയേറ്റ് ചെയ്യുന്നേ. പെൺകുട്ടിയൊക്കെ ഇത്ര അഹങ്കാരം പാടില്ല. അവന്മാർക്കെല്ലാം അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തിയും ചിക്കൻ കറിയും, എനിക്ക് മാത്രം വൃത്തിയിട്ട ഡയറ്റ് ഫുഡ്. പോരാത്തേന് അവർക്ക് ഗുലാബ് ജാമുൻ വരെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. എനിക്ക് സ്വീറ്റ് കഴിക്കാൻ പാടില്ല അത്രേ, നാശം പിടിക്കാനായിട്ട്. ഡയറ്റ് ഫുഡ് കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നു. ഡയറ്റ് ഫുഡ് ആണെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാം ഭക്ഷണം തന്നെയല്ലേ. എത്രയോ ആൾക്കാർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഒരിക്കലും ആഹാരം പാഴാക്കില്ല. എടി കഴുതേ, അപ്പൊ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ? നീ ഒരു മുത്ത. ചപ്പാത്തിയും ചിക്കൻ കറിയും തന്നെയല്ലേ ഇത്? ഐ ലവ് യു സോ മച്ച്. അമ്മയുടെ കൈപുണ്യത്തിന് പകരം വെക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഗുലാബ് ജാമുനും ഉണ്ടെന്നാ കഴുത പറഞ്ഞല്ലേ? എന്നിട്ടിപ്പോ അതെവിടെയാ? എനിക്ക് സർപ്രൈസ് തരാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ബോസ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നല്ലോ. ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഓഫീസ് ടൈമിൽ പുറത്തു പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാ ഞാൻ ഈ ഫുഡ് കഴിച്ചത്. അതിനിങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് മോറോവർ, നീ ജോലിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എന്റെ ആഹാരത്തിന്റെ കാര്യം നോക്കണ്ട. വി ഷുഡ് ബിലീവ് ഇൻ വർക്ക് ആൻഡ് ദാറ്റ്സ് മൈ പ്രിൻസിപ്പിൾ. ചോദിച്ചിട്ട് ഇത് കഴിക്കാനെടുത്തേ. നോക്ക്, ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇത് എനിക്കുള്ളതാ. ഇവിടെ പോവാൻ നോക്ക്. ഏയ് കള്ളച്ചേർക്ക, എനിക്കൊരു 2 എണ്ണമെങ്കിലും എന്താ? ഞാൻ നിന്റെ ബെറ്റർ ഹാഫ് അല്ലേ? നിനക്ക് കഴിക്കാൻ കുറെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് പോയി കഴിക്കേ. ഇത് മുഴുവൻ എനിക്കുള്ളതാ. അയ്യോ അല്ല, ഞാൻ അവിടെ ഇരുന്നേന്നാ പകുതി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവരത് മുഴുവനും കഴിച്ചു കാണും. എന്നിട്ട് അവരാ പാത്രം കഴുകി വെച്ച് കാണും. സത്യമായിട്ട് നീ ഒന്നുപോലും കഴിച്ചില്ല അല്ലേ? നീ എന്തേ കാണിക്കുന്നേ? നമ്മളിപ്പോ ഓഫീസിലുള്ളത് മാത്രമല്ല, ഇതെന്റെ ബോസിന്റെ ക്യാബിനോ.
പറ്റി ബോസ്? നമ്മുടെ റൂൾസ് എല്ലാം മറന്നുപോയോ? ആര് പറഞ്ഞു ഞാൻ മറന്നുപോയെന്ന്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ ബോസാണ്. ഇതെന്റെ ഓർഡറാ. നീ മര്യാദയ്ക്ക് മിണ്ടാടെ കഴിച്ചോണം. ഈ ഓർഡർ ബോസ് അല്ല, ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എന്താന്നറിയോ, ഈശ്വരന് പോലും വായടിച്ച് കഴിക്കാൻ പറ്റില്ല. സൂപ്പർ. നീ ഒരു ഡബ്ബ ജോക്കറാന്ന് പറയുന്ന ഇതുകൊണ്ടാ. കഴിക്ക്. ജോമോ എന്തായി? എങ്ങനെയുണ്ട്? എല്ലാം നീ തന്നെയല്ലേ കഴിച്ചത്? നിന്റെ മരമോന്ന് കണ്ടപ്പോ എനിക്ക് എന്നെ കഴിക്കാൻ തോന്നി, അതുകൊണ്ടാ കഴിച്ചത്. ആൻഡ് ബൈ ദ വേ, ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു. വേഗം ജോലി ചെയ്യാൻ നോക്ക്. 10 മിനിറ്റില് കോൺഫറൻസ് റൂമിൽ ഉണ്ടായിരിക്കണം. നിന്നെ പ്രേമിച്ചതേ ഞാൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി. റോബോട്ടാ നീ. ഒന്ന് നോക്ക് സാർ, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും സാർ. എന്റെ കാര്യങ്ങളൊന്നും സാറിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ സാർ. ഇപ്പൊ ഒരു സഹായം ചെയ്യണേ വലിയ ഉപകാരമായനെ. ഇപ്പൊ അത് ചെയ്തു തന്നാ മരിക്കുന്നവരെ ഞാനത് മറക്കില്ല സാർ. നോക്ക് സാർ, എന്തെങ്കിലും ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. അല്ല, നിങ്ങൾ ആരോടാ സംസാരിച്ചത്? നമ്മുടെ സേട്ടുവിനോടായിരുന്നു. അയ്യോ, നിങ്ങൾ എന്തിനാ ഫോൺ ചെയ്യാൻ പോയത്? നമ്മൾ ആരതിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ കാശ് ഇനിയും 1 ലക്ഷം രൂപ ബാക്കി കൊടുക്കാനില്ലേ? അല്ല, അയാള് ഫോൺ ചെയ്യുമ്പോഴെല്ലാം ഞാൻ വീട്ടിലില്ല, പുറത്താണ്, ഇവിടെ ഒന്നും ഇല്ലാന്നൊക്കെ പറയാറില്ലേ? എന്നിട്ടിപ്പോ എന്തിനാ അയാൾ നേരിട്ട് വിളിക്കാൻ പോയത്? വേറെ എന്ത് ചെയ്യാനാ പ്രമി? ആവശ്യക്കാര് നമ്മളല്ലേ. നമ്മുടെ കാര്യങ്ങൾ നടന്നല്ലേ പറ്റൂ. നമുക്ക് ഏതൊക്കെ വഴി നോക്കണോ അതൊക്കെ നോക്കിയല്ലേ പറ്റൂ. ശരി ശരി. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ? നടക്കും തോന്നുന്നില്ല. നിനക്കറിയാലോ, പഴയ കട തന്നെ തീർന്നിട്ടില്ല. പിന്നെ ചോദിച്ചാ എങ്ങനെ തരുമെന്ന? എത്രയും പെട്ടെന്ന് പഴയ കട തീർക്കണമെന്ന് അയാളുടെ മുന്നറിയിപ്പ്. അതും ദേഷ്യത്തില്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തിനാ സേട്ടുവിന് ഫോൺ ചെയ്തേന്നു? നമ്മുടെ മുന്നിൽ 1000 വഴികളൊന്നും ഇല്ലല്ലോ പ്രഭു. നമ്മുടെ കയ്യിൽ നീ എന്താ ബാക്കിയുള്ളത്? എല്ലാം നമ്മൾ തന്നെയല്ലേ നടത്തേണ്ടത്. ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കാന്ന് വെച്ചാ അവർക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? സേട്ടുവിന്റെ കയ്യിൽ നിന്നാകുമ്പോ അതൊന്നും ചോദിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ച് സംസാരിക്കാന്ന് വെച്ചത്. കഴിഞ്ഞു, അത് വിട്ടേക്ക്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും കാശ് കടം ചോദിക്കാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരുപാട് ആലോചിച്ച പ്രമി, വേറെ ആരുമില്ല. കൂടെ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോ? അവരും എല്ലാവരും എന്നെ പോലെ തന്നെ കഷ്ടപ്പാടുള്ളവരല്ലേ. എന്നെ പോലെ തന്നെ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു. അല്ല, കാശിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലം വിറയ്ക്കുന്നു. കല്യാണം എന്ന് പറഞ്ഞ എന്താ തമാശയാണോ? വെറും കല്യാണം അല്ല പ്രമിയത്. വേദാന്തിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരെന്ത് പറയുന്നത് നിനക്കറിയില്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നെങ്കിലും പറയിപ്പിക്കണ്ടേ? അതിനാണെങ്കിൽ നമ്മുടെ കയ്യിൽ 30 ലക്ഷം രൂപ വേണം. അത്രയും കാശൊക്കെ ആരാ കടം തരാനുള്ളത്?
ഒരു കല്യാണം നടത്തിയതിന്റെ കടം പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ അടുത്ത കല്യാണം നടത്തുക എന്ന് വെച്ചാ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രമി. ആദ്യം എല്ലാ ക്ലയൻസിനെയും അതുപോലെ തന്നെ വെൻഡേഴ്സിനെയും കോൾ ചെയ്ത് ഡീറ്റെയിൽസ് വാങ്ങണം. ചേട്ടൻ എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. ചേട്ടാ, നിങ്ങളുടെ ബോസേ കുറച്ച് ഓവറാണെന്ന് തോന്നില്ലേ നിങ്ങൾക്ക്? എന്ത് പറ്റി റൗഡി കൊച്ചെ? ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നല്ലേ നല്ലത്. അങ്ങനെ ചെയ്താ വൺ ക്ലിയർ പിക്ചർ കിട്ടുമല്ലോ. അയ്യോ, അതല്ല വിക്കി ചേട്ടാ ഞാൻ പറഞ്ഞത്. പിന്നെന്താ? കല്യാണത്തിന് ഇനിയും കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഈ റൗഡി കൊച്ചിനെ ഷോപ്പിങ്ങിനോ ലോങ് ഡ്രൈവിനോ എവിടെയെങ്കിലും കൊണ്ടുപോകണം തോന്നിയോ? ആണല്ലേ, ഞാനും ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. എന്താ വെക്കിയത്? കല്യാണം അടുത്തിരിക്കുന്ന സമയത്ത് ഓഫീസിൽ വരുന്നത് ശരിയാണോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളെല്ലാരും എന്നെ ചോദ്യം ചെയ്യുന്നേ? അത് വിക്കി ചേട്ടന്റെ സ്വന്തം ചേട്ടനല്ലേ. ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തോണ്ടല്ലേ വിക്കി ചേട്ടനോട് പറഞ്ഞത്. എടോ പൊട്ടൻ സുമേഷേ, താനിത് എന്തൊക്കെ കാണിക്കുന്നേ? കുറെ നേരമുള്ള തന്നൊരാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, താൻ തിരിച്ചു വിളിച്ച് എന്താണെന്നൊന്ന് ചോദിക്കേ. അതത്ര അത്യാവശ്യമുള്ള കോളല്ല വിക്കി ബോസേ. 1 minute coming. മീനു ഡാർലിംഗ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. വർക്കിൽ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ. വർക്കാണ് ദൈവം വന്ന് ബോസ് എപ്പോഴും പറയാറുണ്ട്. അതല്ലേ ഞാൻ ഫോൺ എടുക്കാത്തെ. നിനക്കറിയാലോ, എന്റെ ബോസ് അല്ലെങ്കിലേ കുറച്ച് സ്ട്രിക്റ്റാ. വർക്ക് ടൈമിൽ ഫോൺ ചെയ്താലുണ്ടല്ലോ ബോസിന് ശരിക്കും ദേഷ്യം വരും. അത് കൂടുതൽ പ്രശ്നമാവും. അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കാത്തെ. സിനിമയ്ക്കോ? ഓക്കെ നമുക്ക് പോകാം. ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴല്ലേ ലോക്ക്ഡൌൺ കഴിഞ്ഞത്. റഷ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ സീറ്റും കാലിയായിരിക്കും. സമാധാനമായിട്ടിരുന്ന് നമുക്ക് സിനിമ ഫുള്ളും കാണാം. ബൈ, ലവ് യു. ഞാൻ പറഞ്ഞതല്ല ഓർമ്മയില്ലേ? എടാ സുമേഷ്, ആരായിരുന്നു അത്? മിസ് കോളിന്റെ പേരിൽ ഇത്രയധികം തുള്ളിച്ചാടുന്നുണ്ടെങ്കിലേ ഇനി അവന്റെ കാമുകി എങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വന്നേ. ആ ദുരന്തം ഉണ്ടാവാതിരിക്കാനാ അവൻ ഇതുവരെ പെണ്ണ് കിട്ടാത്ത. ഹലോ സാർ, എനിക്കും പെണ്ണൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിസ് കോള് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതാരാണെങ്കിലും ശരി ഞങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട്. വിക്കി ബോസ്, എന്തിനാ എന്റെ പെണ്ണിനെ കണ്ടുപിടിക്കുന്നേ? അവൾ എന്റെ പെണ്ണല്ലേ. ബോസിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞതല്ലേ. Shut up. ഞാൻ കണ്ടുപിടിക്കുന്നത് വേറൊന്നിനുമല്ല, നിന്റെ കഥ പറയാനാ. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തോണ്ട് ഓക്കെ. സോ ഗൈസ്, നമുക്കിന്ന് നിർത്താം. ബാക്കി പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നാളെ നേരത്തെ ഓഫീസിലെത്തണം. ബൈ. ഹലോ മിസ്റ്റർ ബോസ്,
ബോസിന്റെ സമയം കഴിയുമ്പോ എന്റെ സമയം തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. സോ ഇപ്പൊ എന്റെ ടൈമാ. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വീട്ടിലേക്ക് പോണം. പോയിക്കോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ക്യാബ് ബുക്ക് ചെയ്ത് തരണോ? എന്നാ ഞാൻ ഡ്രൈവറോട് പറയാം. ഓക്കെ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ അല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ കൂടെ റാണിയുണ്ട്, ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. ആണല്ലേ? ശരി, പോയിട്ട് വാ. പക്ഷേ എനിക്ക് പുറത്തേക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നടന്നു പോവാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. സോ വാട്ട്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഈ കമ്പനിയിൽ വന്ന ശേഷം എല്ലാം ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചൂടെ? ഇവര് രണ്ടുപേരും ഇങ്ങനെ സ്വീറ്റ് ആവണെങ്കില് വേദിയ ഫാൻസിന് പക്ക ഡയബറ്റീസ് ഷുവറാണ്. ഫാൻസ് എങ്ങാനും കണ്ടുവച്ചാല് അമ്മയുടെ കണ്ണ് മക്കൾക്ക് പെട്ട പോലെ ആവില്ലേ? അതുകൊണ്ട് നിങ്ങൾ കണ്ണു വെക്കല്ലേ.